ടൂർസിലെ വിശുദ്ധ മാർട്ടിൻ്റെ കഥ. 4-ാം നൂറ്റാണ്ടിൽ റോമൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന മാർട്ടിൻ എന്ന സൈനികൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണിത്. ഒരു കഠിനമായ തണുപ്പുള്ള ശീതകാലത്ത് ഫ്രാൻസിലെ അമിയൻസ് നഗര കവാടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാർട്ടിൻ ഒരു യാചകനെ കണ്ടു. തണുപ്പിൽ വിറച്ച ആ യാചകൻ്റെ വസ്ത്രങ്ങൾ കീറിയതായിരുന്നു. തൻ്റെ പക്കൽ പണമോ മറ്റു വസ്ത്രങ്ങളോ ഇല്ലാതിരുന്നതിനാൽ മാർട്ടിൻ തൻ്റെ പക്കലുണ്ടായിരുന്ന വലിയ സൈനിക മേലങ്കി വാളുകൊണ്ട് പകുതിയായി മുറിച്ചു. അതിലൊരു പകുതി തണുപ്പുകൊണ്ട് വിറയ്ക്കുന്ന ആ പാവം യാചകന് പുതയ്ക്കാനായി നൽകി. പകുതി മേലങ്കി ധരിച്ച് അദ്ദേഹം യാത്ര തുടർന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ മാർട്ടിൻ ഒരു സ്വപ്നം കണ്ടു. താൻ യാചകന് നൽകിയ ആ മേലങ്കിയുടെ പകുതി ഭാഗം ഈശോ മിശിഹ ധരിച്ചിരിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഈശോ തൻ്റെ മാലാഖമാരോട് പറഞ്ഞു, ജ്ഞാനസ്നാനം നേടാൻ പോകുന്ന മാർട്ടിൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ വസ്ത്രം കൊണ്ട് എന്നെ പൊതിഞ്ഞു. ഈ സ്വപ്നം മാർട്ടിൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം ഈശോയോട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് അദ്ദേഹം സൈനിക സേവനം ഉപേക്ഷിച്ച് മാമോദിസ സ്വീകരിക്കുകയും തൻ്റെ ജീവിതം ദരിദ്രരെയും അഗതികളെയും സഹായിക്കുന്നതിനായി സമർപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ടൂർസ് നഗരത്തിൻ്റെ ബിഷപ്പായി മാറി. ടൂർസിലെ വിശുദ്ധ മാർട്ടിനെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.